CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ കൊച്ചിയിൽ സംസാരിക്കുന്നു. അതിലേക്ക് കഴിഞ്ഞ കുറച്ച് മുമ്പ് വരെ ബിജെപിയുടെ മുന്നണിയിലായിരുന്ന CK ജാനുവിന്റെ പാർട്ടി ഇപ്പോൾ നമ്മുടെ കൂടെയാണ്. അങ്ങനെ അപ്പുറത്തെ മുന്നണിയിൽ നിന്ന് ഓരോ കക്ഷികളും വിട്ടുവരികയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ബഹുജന അടിത്തറ കൂടുതൽ വിപുലീകൃതമാവുകയും ചെയ്യുകയാണ്. ഈ മുന്നേറ്റം അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ പ്രകടമാവും. ഏപ്രിൽ മാസം ലോക്സഭയിലേക്കുള്ള ഇലക്ഷൻ നടക്കും. കേരളത്തിൽ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കണം. എങ്കിൽ മാത്രമേ BJPയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കി ഒരു മതനിരപേക്ഷ സർക്കാർ കേന്ദ്രത്തിൽ രൂപീകരിക്കാൻ കഴിയുകയുള്ളൂ. കോൺഗ്രസ് ജയിച്ചാൽ മന്ത്രിസഭ ഇപ്പോൾ ഉണ്ടാക്കുന്നത് കോൺഗ്രസ് അല്ല, BJPയാണ്. അതാണ് ഗോവയിലും മണിപ്പൂരിലും അരുണാചൽ പ്രദേശിലും കണ്ടത്. അവിടങ്ങളിലൊക്കെ ഇലക്ഷൻ നടന്നപ്പോൾ ഏറ്റവും വലിയ കക്ഷി ഇലക്ഷനിൽ കോൺഗ്രസ് ആയിരുന്നു. എന്നാൽ മന്ത്രിസഭ ഉണ്ടാക്കിയത് BJPയാണ്. കോൺഗ്രസ് ജയിച്ച കോൺഗ്രസുകാർ BJPയിലേക്ക് കാലുമാറുന്നു. കൈപ്പത്തി താമരയായിട്ട് മാറുന്നു. അരുണാചൽ പ്രദേശിൽ 60 അംഗ നിയമസഭയിൽ 42 കോൺഗ്രസുകാർ ജയിച്ചു. 41 കോൺഗ്രസുകാരും BJPയിൽ ചേർന്നു. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെ BJP ചേർന്നു. ഇപ്പോൾ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി BJPയുടെ മുഖ്യമന്ത്രിയായി. അരുണാചൽ പ്രദേശ് മുമ്പത്തെ വിവിധ സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ ഇപ്പോൾ BJPയിലാണ്. SM കൃഷ്ണ കർണാടക, ജഗദാംബിക പാൽ UP, ബഹുഗുണ ഉത്തരാഖണ്ഡ്, ഇവരൊക്കെ BJPയിലായി. കോൺഗ്രസിന്റെ ദീർഘകാലത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ കൂടെ പ്രവർത്തിച്ചിരുന്ന ND തിവാരി വരെ അവസാനം BJP ചേർന്നില്ലേ? ഇങ്ങനെ ഉന്നതന്മാരായ ഹൈക്കമാൻഡ് മെമ്പർമാർ പോലും കോൺഗ്രസുകാർ BJPയിൽ ചേരുമ്പോൾ ഏത് കോൺഗ്രസുകാരനെയാണ് നിങ്ങൾ വിശ്വസിച്ച് വോട്ട് ചെയ്യുക? ജയിക്കുന്ന കോൺഗ്രസുകാർ അവിടെ എത്തിയാൽ BJPക്ക് അനുകൂലമായി കൈപൊക്കുന്നു. എന്നാൽ ഇടതുപക്ഷക്കാരൻ ജയിച്ചാൽ ഒരിക്കലും BJPക്ക് അനുകൂലമായി ആ കൈ പൊങ്ങുകയില്ല എന്നതാണ് ഇടതുപക്ഷത്തെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് സ്വീകാര്യമാക്കി മാറ്റുന്നത്. ഇടതുപക്ഷക്കാരൻ കാല് മാറൂല. ഇടതുപക്ഷക്കാരന്റെ കാല് നല്ല ഉറച്ച കാലാണ് എന്നതുകൊണ്ട് വർഗീയതക്കെതിരായ പോരാട്ടത്തിൽ ജനങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നത് ഇടതുപക്ഷമാണ്. RSSനെതിരെ ജീവൻ കൊടുത്ത് പോരാടുന്നത് ഇന്ത്യയിൽ ഇടതുപക്ഷമാണ്. മതന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി പോരാടുന്നത്, പട്ടികജാതി പട്ടികവർഗ ജനങ്ങൾക്ക് വേണ്ടി പോരാടുന്നത് ഇന്ത്യയിൽ ഇടതുപക്ഷമാണ്. BJP 5 കൊല്ലം ഇന്ത്യ ഭരിച്ചതോടുകൂടി കുറച്ച് ദിവസങ്ങൾ കൂടി ആകുമ്പോൾ 5 വർഷം പൂർത്തീകരിക്കും. ഇന്ത്യ എല്ലാ രംഗത്തും ഇന്ന് പ്രതിസന്ധിയിലായിരിക്കുകയാണ്. മുസ്ലിങ്ങൾക്ക് സുരക്ഷിതത്വമില്ല. ബീഫ് കഴിച്ചു എന്ന് പറഞ്ഞ് മുസ്ലിം കുടുംബത്തിൽപ്പെട്ടവരെ വീടുകളിൽ കയറി വെട്ടിക്കൊല്ലുന്നു. ഇടതുഭാഗത്ത് മുണ്ടെടുത്ത് നടക്കുന്നവനെ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ കൊലപ്പെടുത്തുന്നു. ക്രിസ്തീയ സഹോദരന്മാർക്ക് സുരക്ഷിതത്വമില്ല. ഗ്രഹാം സ്റ്റോം എന്ന ക്രൈസ്തവ വൈദികരെ ഒറീസയിൽ ചുട്ടുകൊന്നു അദ്ദേഹത്തെ കുടുംബത്തെ. ക്രിസ്മസ് കാലത്ത് കരോൾ പാർട്ടിക്ക് സഞ്ചരിക്കാൻ അനുവാദമില്ല. ഇതിൽ അന്വേഷിച്ചു പോകുന്ന വൈദികന്മാരെ പോലീസ് ലോക്കപ്പ് ചെയ്യുന്നു. ലോകം മുഴുവൻ ആരാധിക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ, പോപ്പ് തിരുമേനി, വത്തിക്കാൻ എന്ന രാഷ്ട്രത്തിന്റെ തലവന് ഇന്ത്യ രാജ്യത്ത്
പ്രവേശനമില്ല. മാർപ്പാപ്പക്ക് ഇന്ത്യയിൽ പ്രവേശനം നിഷേധിച്ചിരിക്കുകയാണ്. ക്രൈസ്തവ സഭകളുടെ അധ്യക്ഷന്മാർ കൂട്ടത്തോടെ പ്രധാനമന്ത്രിയെ പോയി കണ്ടിട്ടു. രാഷ്ട്രത്തലവനായ പോപ്പ് തിരുമേനിയെ ഇവിടെ ക്ഷണിക്കാൻ തയ്യാറായില്ല. ഏറ്റവും ചെറിയ രാജ്യങ്ങളുടെ പ്രസിഡന്റിനെ വരെ ഇന്ത്യയിൽ വിളിച്ച് റിപ്പബ്ലിക് ദിനത്തിലും സ്വാതന്ത്ര്യദിനത്തിലും പങ്കെടുപ്പിക്കുമ്പോൾ എന്തുകൊണ്ടാണ് വത്തിക്കാൻ രാഷ്ട്രത്തിന്റെ തലവൻ പോപ്പ് തിരുമേനിയെ ഇന്ത്യയിൽ ക്ഷണിക്കാതിരിക്കുന്നത്? ഇത് വിവേചനമല്ലേ? മതന്യൂനപക്ഷങ്ങളോട് സ്വീകരിക്കുന്ന BJPയുടെ സമീപനമാണ്. എന്നാൽ BJP ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത് ഞങ്ങൾ ക്രൈസ്തവർക്ക് എതിരല്ല. ഇത് കാണിക്കാനാണ് അൽഫോൺസ് കണ്ണന്താനത്തെ കേന്ദ്രത്തിൽ ഒരു സഹമന്ത്രിയാക്കി. മന്ത്രി AK ബാലൻ ഇപ്പോൾ ഈ വർഷം 2018 സംസ്ഥാന അവാർഡുകൾ പ്രഖ്യാപിക്കുകയാണ്. അതിലേക്ക് അവാർഡ്സ് ഫോർ മലയാളം ഫിലിം ആൻഡ് റൈറ്റിംഗ്സ് 2018 അവാർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രശസ്ത സംവിധായകൻ ശ്രീ കുമാർ ഷഹാനി ജൂറി ചെയർമാനായി 10 അംഗ കമ്മിറ്റിയാണ് ഗവൺമെൻറ് തീരുമാനിച്ചത്. ശ്രീ കുമാർ ഷഹാനി, ശ്രീ KG ജയൻ, ശ്രീ PJ ഗ്നീഷ്യസ്, മ്യൂസിക് ഡയറക്ടർ, ഇവിടെ ഗ്നീഷ്യസ് ഉണ്ടല്ലോ, ദെൻ ശ്രീ ഗോവിന്ദൻ, ഡയറക്ടർ, ഓക്കെ, ദെൻ ശ്രീ വിജയകൃഷ്ണൻ, ഫിലിം ക്രിറ്റിക്സ്, ശ്രീ ബിജു V സുകുമാരൻ, എഡിറ്റർ ഫിലിം, ഉണ്ടല്ലോ അല്ലേ, ദെൻ ജോർജ് ഗിത്തു, സംവിധായകൻ, പിന്നെ ശ്രീമതി നവ്യ നായർ, പിന്നെ ചലച്ചിത്ര അക്കാദമിയുടെ മെമ്പർ സെക്രട്ടറി മഹേഷ് പഞ്ചു. ഈ 10 അംഗ കമ്മിറ്റിയാണ് ചലച്ചിത്ര വിഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ജൂറി അംഗങ്ങൾ. രചനാ വിഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രീ ഡോക്ടർ PK പോക്കർ ജൂറി ചെയർമാൻ, ശ്രീമതി M സരിത വർമ്മ മെമ്പർ, ഡോക്ടർ ജിനേഷ് കുമാർ എരമം മെമ്പർ, ദെൻ മഹേഷ് പഞ്ചു മെമ്പർ സെക്രട്ടറി. ഇതിലെ മികച്ച ചലച്ചിത്ര ഗ്രന്ഥം മലയാള സിനിമ പിന്നിട്ട വഴികൾ, ഗ്രന്ഥകർത്താവ് M ജയരാജ്, രചയിതാവിന് 30,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും നൽകും. മികച്ച ചലച്ചിത്ര ലേഖനം വെള്ളിത്തിരയിലെ അവരും നമ്മളും തമ്മിലെന്ത്, ലേഖകൻ ബ്ലെയ്സ് ജോണി, രചയിതാവിന് 20,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും നൽകും. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജൂറിയുടെ പ്രത്യേക പരാമർശമുണ്ട്. അത് 3 പേർക്കാണ്. ചലച്ചിത്ര ഗ്രന്ഥം കന്യകയുടെ ദുർനടപ്പുകൾ, ഗ്രന്ഥകർത്താവ് NV മുഹമ്മദ് ഷാഫി, രചയിതാവിന് ശില്പവും പ്രശസ്തി വസ്ത്രവും. പ്രത്യേക ജൂറി പരാമർശം പിന്നെ ചലച്ചിത്ര ലേഖനവുമായി ബന്ധപ്പെട്ടാണ്. മലയാള സിനിമയും നോവലും, ഗ്രന്ഥകർത്താവ് സുനിൽ C, രചയിതാവിന് ശില്പവും പ്രശസ്തി പത്രവും. ചലച്ചിത്ര ലേഖനത്തിന് തന്നെ ഒരു ജൂറി പരാമർശം ഗ്രന്ഥകർത്താവ് രാജേഷ് K എരുമേരിക്കാണ്. ലേഖനം മരണവും മരണാനന്തരവും ജീവനുകളോട് പറയുന്നത്. ഇതാണ് പ്രത്യേക പരാമർശത്തിന് അർഹരായവർ. ചലച്ചിത്ര അവാർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുട്ടികളുടെ 4 ചിത്രങ്ങൾ ഉൾപ്പെടെ 104 ചിത്രങ്ങളാണ് അവാർഡ് കമ്മിറ്റിയുടെ പരിഗണനയ്ക്കായി എത്തിയത്.
അതിൽ 57 ചിത്രങ്ങൾ പുതുമുഖങ്ങളുടേതായിരുന്നു. 3 സ്ത്രീ സംവിധായകരുടെ ചിത്രങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ചിത്രങ്ങളുടെ തെരഞ്ഞെടുപ്പ് 3 കമ്മിറ്റികളുടെ മേൽനോട്ടത്തിലാണ് നടത്തിയത്. ഈ 3 കമ്മിറ്റികളും തിരഞ്ഞെടുത്ത 20 സിനിമകളാണ് എല്ലാ ജൂറി അംഗങ്ങളും ഒന്നിച്ചിരുന്ന് കാണുകയും അന്തിമ വിധി നിർണയത്തിലെത്തുകയും ചെയ്തത്. ഇതിൽ അവാർഡുകൾ: മികച്ച കഥാചിത്രം കാന്തൻ, ദി ലവർ ഓഫ് കളർ, സംവിധായകൻ ഷെരീഫ് സി, നിർമ്മാതാവും അദ്ദേഹം തന്നെ. മികച്ച നിർമ്മാതാവിന് 2 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും. അതേ പടത്തിലെ സംവിധായകന് 2 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും. ഷെരീഫ് സി. കാന്തൻ, ദി ലവർ ഓഫ് കളർ. കാന്തൻ, ദി ലവർ ഓഫ് കളർ, മികച്ച കഥാചിത്രം. രണ്ടാമത്തെ മികച്ച ചിത്രം ഒരു ഞായറാഴ്ച, സംവിധായകൻ ശ്യാമപ്രസാദ്, നിർമ്മാതാവ് ശരത് ചന്ദ്രൻ നായർ. നിർമ്മാതാവിന് 1,50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. ഇതേ തുക തന്നെ സംവിധായകനും ലഭിക്കും. 3 മികച്ച സംവിധായകൻ ശ്യാമപ്രസാദ്. ചിത്രം ഒരു ഞായറാഴ്ച, 2 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മികച്ച നടൻ ജയസൂര്യ. ചിത്രങ്ങൾ: ക്യാപ്റ്റൻ, ഞാൻ മേരിക്കുട്ടി. ക്യാപ്റ്റൻ എന്ന് പറയുന്ന പടം നമ്മുടെ അന്തരിച്ചുപോയ VP സത്യൻ്റെ ജീവിതകഥയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഹൃദയസ്പൃക്കായ ഒരു കഥയാണത്. ഞാൻ മേരിക്കുട്ടി ട്രാൻസ്ജെൻഡറിൻ്റെ കഥ പറയുന്ന ഒരു പടമാണത്. വ്യത്യസ്ത മൗലികമായ അഭിനയമായിരുന്നു പ്രേക്ഷകർ കണ്ടത്. മികച്ച നടന്മാർ 2 പേരുണ്ട്. അതിൽ ഒന്ന് ജയസൂര്യ കഴിഞ്ഞാൽ മറ്റൊന്ന് സൗബിൻ ഷാഹിർ, സുഡാനി ഫ്രം നൈജീരിയ. അതിൽ സെവൻസ് ഫുട്ബോൾ ടീമിൻ്റെ മാനേജറായിട്ടാന്ന് തോന്നില്ലേ അഭിനയിച്ചത്. ഈ 2 കഥാപാത്രങ്ങളും കേരളത്തിലെ പ്രേക്ഷകർ പൊതുവിൽ നല്ല രൂപത്തിൽ സ്വീകരിച്ചതാണ്. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവുമാണ് ഇതിൻ്റെ ഭാഗമായി അവർക്ക് ലഭിക്കുക. മികച്ച നടി നിമിഷ സജയൻ. ചിത്രങ്ങൾ: ചോല, ഒരു കുപ്രസിദ്ധ പയ്യൻ. 1 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മികച്ച സ്വഭാവ നടൻ ജോജു ജോർജ്. ചിത്രങ്ങൾ: ചോല, ജോസഫ്. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മികച്ച സ്വഭാവ നടി സാവിത്രി ശ്രീധരൻ. 2 പേരുണ്ട്, സരസ ബാലുശ്ശേരി. ചിത്രം: സുഡാനി ഫ്രം നൈജീരിയ. 25,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മികച്ച ബാലതാരം ആൺ മാസ്റ്റർ റിധുൻ. ചിത്രം: അപ്പുവിൻ്റെ സത്യാന്വേഷണം. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. 9 മികച്ച ബാലതാരം പെൺ അവനിയാദി. ചിത്രം: പന്ത്. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മികച്ച കഥാകൃത്ത് ജോയി മാത്യു. ചിത്രം: അങ്കിൾ. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മികച്ച ക്യാമറാമാൻ KU മോഹനൻ. ചിത്രം: കാർബൺ. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും.
മികച്ച തിരക്കഥാകൃത്ത് സക്കറിയ മുഹസിൻ പരാരി. ചിത്രം സുഡാനി ഫ്രം നൈജീരിയ. 25,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മികച്ച ഗാനരചയിതാവ് BK ഹരിനാരായണൻ. ചിത്രങ്ങൾ തീവണ്ടി, ജോസഫ്. അതിൽ ഗാനങ്ങളെന്ന് പറയുന്നത് ജീവാംശമായി താനെ എന്നുള്ളതാണ് ഒന്ന്. മറ്റൊന്ന് കണ്ണെത്താ ദൂരം, ജോസഫ്. കണ്ണെത്താ ദൂരം ജോസഫിൻ്റേത്, മറ്റേത് തീവണ്ടിയായി. മികച്ച സംഗീത സംവിധായകൻ ഗാനം വിശാൽ ഭരദ്വാജ്. ഗാനം കാർബണിലെ എല്ലാ ഗാനങ്ങളും. ചിത്രം കാർബൺ. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മികച്ച സംഗീത സംവിധായകൻ ബിജിബാൽ. പശ്ചാത്തല സംഗീതത്തിൽ ബിജിബാൽ. ചിത്രം ആമി. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മികച്ച പിന്നണി ഗായകൻ വിജയ് യേശുദാസ്. ഗാനം പൂമുത്തോളെ എന്ന് തുടങ്ങുന്ന ഗാനമാണത്. ചിത്രം ജോസഫ്. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മികച്ച പിന്നണി ഗായിക ശ്രേയ ഘോഷാൽ. ഗാനം നിർമാതള പൂവിനുള്ളിൽ ആമി എന്ന പടത്തിലെ ഗാനം. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മികച്ച ചിത്ര സംയോജകൻ അരവിന്ദ് മന്മഥൻ. ചിത്രം ഒരു ഞായറാഴ്ച. 50,000 രൂപയും പ്രശസ്തിയും ശില്പപത്രവും പ്രശസ്തി പത്രവും. മികച്ച കലാസംവിധായകൻ വിനേഷ് ബംഗ്ലാൻ. ചിത്രം കമ്മാര സംഭവം. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മികച്ച സിംഗ് സൗണ്ട് അനിൽ രാധാകൃഷ്ണൻ. ചിത്രം കാർബൺ. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മികച്ച ശബ്ദമിശ്രണം സിനോയ് ജോസഫ്. ചിത്രം കാർബൺ. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മികച്ച ശബ്ദ ഡിസൈൻ ജയദേവൻ സി. ചിത്രം കാർബൺ. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മികച്ച ലാബറട്ടറി കളറിസ്റ്റ് പ്രൈം ഫോക്കസ് ബോംബെ. ചിത്രം കാർബൺ. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മികച്ച മേക്കപ്പ് മാൻ റോണക്സ് സേവിയർ. ചിത്രം ഞാൻ മേരിക്കുട്ടി. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മികച്ച വസ്ത്രാലങ്കാരം സമീറ സനീഷ്. ചിത്രം കമ്മാര സംഭവം. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആൺ വിഭാഗം ഷമ്മി തിലകൻ. ചിത്രം മുടിയൻ. കഥാപാത്രം മൂത്ത മാണിക്കൻ പ്രകാശ് രാജ്. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് പെൺ സ്നേഹായം. ചിത്രം ലില്ലി. കഥാപാത്രം ലില്ലി സംയുക്ത മേനോൻ. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മികച്ച നൃത്ത സംവിധായകൻ സി പ്രസന്ന സുജിത്ത്. ചിത്രം അരവിന്ദൻ്റെ അതിഥികൾ. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. ജനപ്രീതിയും കലാമേന്മയുമുള്ള മികച്ച ചിത്രത്തിനുള്ള പ്രത്യേക അവാർഡ് സുഡാനി ഫ്രം നൈജീരിയ. നിർമ്മാതാക്കൾ സമീർ താഹിർ, ഷൈജു ഖാലിദ്. സംവിധായകൻ സക്കറിയ. നിർമ്മാതാക്കൾക്ക് 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. സംവിധായകന് 1,00,000 രൂപയും ശില്പപത്രവും. മികച്ച നവാഗത സംവിധായകൻ സക്കറിയ. ചിത്രം സുഡാനി ഫ്രം നൈജീരിയ. 1,00,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. പ്രത്യേക ജൂറി അവാർഡ് മധു അമ്പാട് ക്യാമറാമാൻ. സിനിമകൾ പനി ആൻഡ് ദി ഓസ്കാർ ഗോസ് ടു. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മികച്ച കുട്ടികളുടെ ചിത്രം അങ്ങ് ദൂരെ ഒരു ദേശത്ത്. നിർമ്മാതാവ് ബേബി മാത്യു. സംവിധായകൻ ജോഷി മാത്യു.
നിർമ്മാതാവിന് 3 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും, സംവിധായകന് 1 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും. പ്രത്യേക ജൂറി പരാമർശങ്ങൾ: ഒന്ന് സംവിധാനത്തിന് സന്തോഷ് പണ്ടൂർ, സിനിമ പനി, ശില്പവും പ്രശസ്തി പത്രവും കൊടുക്കും. പ്രത്യേക ജൂറി പരാമർശം സംവിധാനം: സനൽകുമാർ ശശിധരൻ, സിനിമ ചോല, ശില്പവും പ്രശസ്തി പത്രവും. സൗണ്ട് ഡിസൈൻ: സനൽകുമാർ ശശിധരൻ, സിനിമ ചോല, ശില്പവും പ്രശസ്തി പത്രവും. അഭിനയം: പ്രത്യേക ജൂറി പരാമർശം KPSC ലളിത, അല്ല KPSC ലീല, KPSC എന്ന് പറയുമ്പോൾ മറ്റേ പേര് വരും. KPSC ലീല, സിനിമ രൗദ്രം 2018, പ്രശസ്തി പത്രവും ശില്പവും. ഇതിൽ മൊത്തം നമ്മൾ 34 അവാർഡും 6 പ്രത്യേക പരാമർശവുമാണ്. കഴിഞ്ഞ 2 അവാർഡുകൾ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പൊതുവിൽ നല്ല അപ്രിസിയേഷനാണ് പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ ഈ ജൂറി അവാർഡും സ്വാഭാവികമായും നല്ല പ്രതികരണം ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അയാളെ ഇവിടെ മസ്കത്ത് ഹോട്ടലിലുള്ളത് സുഖമില്ല, യാത്ര ഇവിടെ ഇരിക്കാൻ പറ്റുന്ന പരുവത്തിലായി. വേറെ ഒന്നും ഉണ്ടായിട്ടൊന്നുമല്ല. അതെ, അല്ല, അതായത് എ ഗ്രൂപ്പ് 30 സിനിമ, ബി ഗ്രൂപ്പ് 35 സിനിമ, സി ഗ്രൂപ്പ് 35 സിനിമ. ഓരോ ഗ്രൂപ്പിൽ നിന്നും 7 വീതം സിനിമകൾ നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെ അതിൽ രൗദ്രം, ചോല, ഓള്, ആമി, കാന്തൻ, പനി, ആൻഡ് ദി ഓസ്കാർ ഗോസ് ടു എ ഗ്രൂപ്പ് തന്നു. പെങ്ങളില, കമ്മാര സംഭവം, കാർബൺ, എ സൺഡേ, ഒരു കുപ്രസിദ്ധ പയ്യൻ, സൈലൻസർ, അത് ബി ഗ്രൂപ്പ് തന്നു. ഗ്രൂപ്പ് സി ജോസഫ്, ഞാൻ പ്രകാശൻ, സുഡാനി ഫ്രം നൈജീരിയ, ക്യാപ്റ്റൻ, ഒരു കാട്ടിൽ ഒരു പായ്ക്കപ്പൽ, ഞാൻ മേരിക്കുട്ടി, 24 ഡേയ്സ്. അപ്പോൾ പ്രധാന അവാർഡുകളെല്ലാം ഈ 20 പടത്തിൽ നിന്നാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അവസാന റൗണ്ടിൽ വരാത്ത സിനിമകളിൽ നിന്ന് 2-3 അവാർഡ്, അതായത് അത് നമുക്ക് ഈ 20 സിനിമകളിൽ നിന്ന് ലഭിക്കാത്തതുകൊണ്ട് മാത്രം പുറപ്പെടുന്നുണ്ട്. നോട്ട് തരാം, കംപ്ലീറ്റ് ഡീറ്റെയിൽസ്. അത് സാധാരണയിലെ യുനാനിമസും ആവും, ഭൂരിപക്ഷവും ആവും. അതിപ്പം നമ്മളിപ്പോൾ അതിൻ്റെ ഉള്ളടക്കത്തിലേക്ക് കടക്കേണ്ടിയില്ല. ഓരോരുത്തർ എന്താ അഭിപ്രായം പറഞ്ഞു എന്നുള്ളത്. അതിൽ ഇതൊക്കെ നമ്മൾ ഒരു ദോഷൈക കണ്ണോടുകൂടി കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. ഇതിലിപ്പോൾ ഈ ജൂറി അംഗങ്ങളെന്നൊക്കെ പറയുന്നതൊന്നും ആരും സ്വാധീനിക്കുന്നതല്ലോ, നടക്കുകയില്ലല്ലോ, നടക്കുകയില്ല. സൗണ്ടിനാണ് 3 അവാർഡുകൾ. അതെല്ലാം ബോംബെ പാർട്ടിയാണ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും നന്നായിട്ട് വന്നിരിക്കുന്നത് അതാണ് 3 അവാർഡ് കൂടുതൽ വന്നത് സൗണ്ട്. അതിന് പിന്നെ വേറൊന്നും നോക്കേണ്ടതില്ല. ഇവിടെ ഈ ഗവൺമെൻറ് ഉള്ളിടത്തോളം കാലം ആ സ്വാധീനം ഉണ്ടാവില്ല, ആരെയും സ്വാധീനിക്കില്ല. നാളെ മറ്റന്നാൾ അങ്ങനെ ഒരു പരാമർശം ആരുടെ ഭാഗത്ത് ഉണ്ടാവുകയില്ല. അതെ, പിന്നെ വിവാദങ്ങൾ സ്വാഭാവികമായിട്ട് ഉണ്ടാവുകയുള്ളൂ. ശരി, ഓക്കെ. മന്ത്രി എ കെ ബാലൻ 2018 ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 20 സിനിമകളാണ് ഇപ്രാവശ്യത്തെ വിധി നിർണയത്തിൽ
ഉണ്ടായിരുന്നത്. അതിൽ നിന്നാണ് ഇപ്പോൾ ഈ അവാർഡുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മികച്ച നടനായി രണ്ടുപേരെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. ജയസൂര്യയും സൗബിൻ ഷാഹിറും. ഇവർ രണ്ടുപേരും മികച്ച നടനുള്ള പുരസ്കാരം നേടിയിരിക്കുന്നു. നടിയായി നിമിഷ സജയനെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. ചോല, കുപ്രസിദ്ധ പയ്യൻ എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിനാണ് നിമിഷ സജയന് മികച്ച നടിക്കുള്ള അവാർഡുകൾ ലഭിച്ചിരിക്കുന്നത്. ജയസൂര്യയ്ക്ക് മികച്ച നടനുള്ള അവാർഡ് ലഭിച്ചിരിക്കുന്നത് ക്യാപ്റ്റൻ, ഞാൻ മേരിക്കുട്ടി എന്നീ ചിത്രങ്ങൾക്കും സൗബിൻ ഷാഹിറിന് സുഡാനി ഫ്രം നൈജീരിയ എന്നീ ചിത്രത്തിനുമാണ് മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത്. ഒപ്പം തന്നെ സ്വഭാവ നടനായി ജോജു ജോർജിനെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ചോല, ജോസഫ് എന്നീ ചിത്രങ്ങളുടെ അഭിനയത്തിനാണ് ജോജുവിന് ഈ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. സ്വഭാവ നടിയായി സാവിത്രി ശ്രീധരനെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. 20 ചിത്രങ്ങളാണ് ഇത്തവണത്തെ വിധി നിർണയത്തിൽ അന്തിമ പട്ടികയിൽ എത്തിയത്. അതിൽ നിന്നുമാണ് ജൂറി ഈ പുരസ്കാരങ്ങൾ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മികച്ച ചലച്ചിത്ര ഗ്രന്ഥമായി മലയാള സിനിമ പിന്നിട്ട വഴികൾ, ചലച്ചിത്ര ലേഖനം, വെള്ളിത്തിരയിലെ അവരും നമ്മളും തമ്മിലെന്ത് എന്നിവയാണ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. പ്രത്യേക പരാമർശം 3 പേർക്കും ഈ വിഭാഗങ്ങളിൽ ലഭിച്ചിട്ടുണ്ട്. ചലച്ചിത്ര ഗ്രന്ഥം, ചലച്ചിത്ര ലേഖനം എന്നീ വിഭാഗത്തിൽ 3 പേർക്ക് പ്രത്യേക പരാമർശവും ലഭിച്ചിരിക്കുന്നു. 104 ചിത്രങ്ങളാണ് അവാർഡ് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് എത്തിയത്. അതിൽ നിന്നാണ് ഇപ്പോൾ ഈ അവാർഡ് നിർണയം, ഈ അവാർഡ് പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഷീജ ചേരുകയാണ് വിവരങ്ങളുമായി. ഷീജ, അങ്ങനെ 2018 ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മികച്ച നടന്മാരായി ജയസൂര്യയും സൗബിൻ ഷാഹിറിനെയും മികച്ച നടിയായി നിമിഷ സജയനെയും തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ഇന്നത്തെ ഈ അവാർഡ് പ്രഖ്യാപനത്തിന്റെ കൂടുതൽ വിവരങ്ങൾ, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും പ്രിയ, വലിയ ഒരു കടുത്ത മത്സരം തന്നെയാണ് നടന്മാരുടെ കാര്യത്തിൽ നടന്നത് എന്നുള്ളത് തന്നെയാണ് ഈ അവാർഡ് പ്രഖ്യാപനം വ്യക്തമാക്കുന്നത്. കാരണം അവസാന റൗണ്ട് വരെയും അവസാന ഘട്ടം വരെയും വലിയൊരു പോരാട്ടം തന്നെയാണ് നടന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ജയസൂര്യയും അതോടൊപ്പം തന്നെ സൗബിൻ ഷാഹിറിനെയും ഇരുവരെയും മികച്ച നടന്മാരായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ജയസൂര്യയുടെ ക്യാപ്റ്റൻ എന്ന സിനിമയുടെയും അതോടൊപ്പം തന്നെ ഞാൻ മേരിക്കുട്ടി എന്ന സിനിമയിലെയും മികവുറ്റ പ്രകടനത്തിനാണ് അദ്ദേഹത്തെ ജയസൂര്യ മികച്ച നടനായത്. അതേസമയം സൗബിൻ സുഡാനി ഫ്രം നൈജീരിയ എന്ന ചിത്രത്തിലെ മികച്ച പ്രകടനത്തിലൂടെയാണ് ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത്. മികച്ച നടിയായി തെരഞ്ഞെടുത്തത് നിമിഷ സജയനാണ്. ചോല, ഒരു കുപ്രസിദ്ധ പയ്യൻ എന്നീ സിനിമകളിലൂടെ നേരത്തെ തന്നെ നിമിഷ വിജയൻ ഏകദേശം നിമിഷയുടെ സ്ഥാനം ഉറപ്പിച്ചിരുന്നു. ഈ ഒരു ഘട്ടത്തിൽ വലിയൊരു പോരാട്ടം നടികളുടെ കാര്യത്തിലും നടന്നിരുന്നെങ്കിൽ പോലും അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ നിമിഷ സജയൻ തന്നെയായിരുന്നു എല്ലാവരും ഇത് തന്നെ തെരഞ്ഞെടുത്ത നടി എന്ന് പറയേണ്ടി വരും. മറ്റൊന്ന്, മികച്ച സ്വഭാവ നടനാണ്. ചോല, ജോസഫ് എന്നീ സിനിമകളുടെ പ്രകടനത്തിന് ജോജു ജോർജാണ് മികച്ച സ്വഭാവ നടനായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. മികച്ച സ്വഭാവ നടിയായത് സുഡാനി ഫ്രം നൈജീരിയയിലൂടെ ഏവരുടെയും മനം കവർന്ന സാവിത്രി ശ്രീധരനും സരസ ബാലുശ്ശേരിയുമാണ്. മികച്ച ബാലതാരമായി തെരഞ്ഞെടുത്തത് മാസ്റ്റർ വിധുനാണ്. അപ്പുവിന്റെ സത്യാന്വേഷണം എന്ന ചിത്രത്തിലൂടെയാണ് ഈ ഒരു നേട്ടം മാസ്റ്റർ മിഥുൻ കൈവരിച്ചിരിക്കുന്നത്. 12 എന്ന സിനിമയിലൂടെ അബലിയും മികച്ച ബാലതാരമാകുന്നു. മികച്ച കഥാചിത്രം, സിനിമയുടെ കാര്യത്തിലാണ് തീർത്തും ഞെട്ടിക്കുന്ന ഒരു തീരുമാനം നമുക്ക് കാണാൻ സാധിച്ചത്. ഷെരീഫിയുടെ കാന്തൻ ദ ലവർ ഓഫ് കളറാണ് മികച്ച സിനിമയായി തെരഞ്ഞെടുക്കപ്പെട്ടത്. മികച്ച രണ്ടാമത്തെ ചിത്രമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഒരു ഞായറാഴ്ച ശ്യാമപ്രസാദിന്റെ സിനിമയാണ്. ശ്യാമപ്രസാദ് തന്നെയാണ് ഈ ചിത്രത്തിലൂടെ മികച്ച സംവിധായകരും ആയി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. മികച്ച കഥാകൃത്ത് ജോയ് മാത്യു അങ്കിൾ എന്ന സിനിമയിലൂടെ ഈ നേട്ടം കൈവരിക്കുന്നു. മികച്ച ക്യാമറമാനായത് KU മോഹനാണ് കാർബൺ എന്ന ചിത്രത്തിലൂടെ. അതോടൊപ്പം തന്നെ മികച്ച തിരക്കഥാകൃത്തായത് സക്കറിയയും മുഹസീനുമാണ് സുഡാനി ഫ്രം നൈജീരിയ എന്ന ചിത്രത്തിലൂടെ. മികച്ച ഗാന രചയിതാവായത് BK ഹരിനാരായണനാണ്. അത് തീവണ്ടി, ജോസഫ് എന്നീ സിനിമകളിലെ ഗാനത്തിലൂടെയാണ് ഈ ഒരു നേട്ടം കൈവരിച്ചത്. സംഗീത സംവിധായകൻ വിശാൽ ഭരദ്വാജ് ആണ്. കാർബൺ എന്ന സിനിമയിലെ മുഴുവൻ ഗാനങ്ങൾക്കുമായാണ് ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത്. സംഗീത സംവിധായകൻ, പശ്ചാത്തല സംഗീതത്തിന്റെ സംഗീത സംവിധായകനായിരിക്കുന്ന ദിജിപാലാണ് ആവി എന്നുള്ള തമിഴിന്റെ ചിത്രത്തിലൂടെയാണ് ഈ ഒരു നേട്ടം. മികച്ച ഗായകൻ വിജയ് യേശുദാസ്, ജോസഫ് എന്ന ചിത്രത്തിലെ ഗാനത്തിലൂടെ, അതും ഭൂമിത്തോളെ എന്ന് തുടങ്ങുന്ന ആ ഗാനത്തിലാണ് വിജയ് യേശുദാസൻ മികച്ച പിന്നണി ഗായകനായിരിക്കുന്നത്. ആമിയുടെ നീർമാതള പൂവിനുള്ളിൽ എന്ന ഗാനത്തിലൂടെ ശ്രേയ ഘോഷൽ മികച്ച പിന്നണി ഗായികയായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഒരു ഞായറാഴ്ച എന്ന ചിത്രത്തിന്റെ ചിത്ര സംയോജനത്തിലൂടെ അരവിന്ദ് മന്മഥൻ ആണ് മികച്ച ചിത്ര സംയോജകനായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ഏതായാലും ഒരുപിടി മികവുറ്റ സിനിമകൾ തന്നെയാണ് ഇത്തവണ ജൂറിക്ക് മുന്നിലെത്തിയത്. അവസാന ഘട്ടത്തിൽ 20 ചിത്രങ്ങളിൽ നിന്നാണ് ഈ മികച്ച ചിത്രങ്ങൾ, അതോടൊപ്പം തന്നെ നടന്മാർ, നടി, ചിത്രം എന്നീ കാര്യങ്ങൾ എല്ലാം തന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. മികവുറ്റ ഒരു ചിത്രങ്ങളുടെ കൂട്ടം തന്നെയാണ് ഇത്തവണ ഉണ്ടായിരുന്നത് എന്ന് തന്നെയാണ് ജൂറിയും വ്യക്തമാക്കുന്നത്.
തീർച്ചയായും ഷിജ ഷീജയാണ് വിവരങ്ങൾ നൽകിയത്. ഈ വർഷത്തെ 2018 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 20 ചിത്രങ്ങളിൽ നിന്നാണ് ഈ അവാർഡ് നിർണയം നടത്തിയിരിക്കുന്നത്. 104 ചിത്രങ്ങളാണ് അവാർഡ് കമ്മിറ്റിയുടെ പരിഗണനയിലെത്തിയത്. അതിൽ നിന്നും 20 ചിത്രങ്ങളാണ് അവസാന മത്സരത്തിൽ എത്തിയത്. മികച്ച നടന്മാരായി സൗബിൻ ഷാഹിറിനെയും ജയസൂര്യയെയും, മികച്ച നടിയായി നിമിഷ സജയനെയും തെരഞ്ഞെടുത്തിരിക്കുകയാണ്. മികച്ച സംവിധായകനായി ശ്യാമപ്രസാദും തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും നിർബൻ ചേരുകയാണ്. നിർബൻ, അങ്ങനെ 2018 സംസ്ഥാന പുരസ്കാരങ്ങൾ, ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ ഒരു പുരസ്കാരത്തെ കുറിച്ച് വിലയിരുത്തുമ്പോൾ എങ്ങനെയാണ് നമുക്ക് നോക്കിക്കാണാം? വളരെ വലിയൊരു കടുത്ത മത്സരം തന്നെയാണ് മികച്ച നടൻ, നടി വിഭാഗങ്ങളിൽ നടന്നത്. പ്രിയ സൂചിപ്പിച്ചതുപോലെ നേരത്തെ നമ്മുടെ റിപ്പോർട്ടർ ഷീജയും പറഞ്ഞിരുന്നു. അതായത് കടുത്ത പോരാട്ടം, അവസാന ഘട്ടത്തിൽ 20 ചലച്ചിത്രങ്ങളുടെ വലിയ മത്സരം, ഈ പ്രമുഖ നടന്മാർ തമ്മിലുള്ള മത്സരം, ഉള്ളടക്കത്തിലും കാമ്പുള്ള കഥകളിലുള്ള മികച്ച ചിത്രങ്ങൾ, പുതിയ തരത്തിലുള്ള മേക്കിംഗ്, ഒരു കൂട്ടം പുതിയ സംവിധായകരുടെയൊക്കെ തന്നെ പരീക്ഷണ ചിത്രങ്ങൾ, കഴിഞ്ഞ ഒരു 2-3 വർഷക്കാലമായി മലയാള സിനിമയിൽ വന്ന വലിയ മാറ്റത്തിന്റെ പ്രതിഫലനം കൂടിയായി ഈ സിനിമ അവാർഡിനെ നമ്മൾ സംസ്ഥാന ചലച്ചിത്ര അവാർഡിനെ കാണണം. മന്ത്രി കൂടി പറഞ്ഞതാണ്. അതായത് കഴിഞ്ഞ 2 വർഷത്തെ ഈ അവാർഡ് നിർണയത്തെ സംബന്ധിച്ച് ഒരു തരത്തിലുള്ള പരാതിയും ഉണ്ടായിരുന്നില്ല. പ്രത്യേക മാനദണ്ഡമല്ല, കലാമേന്മയ്ക്കും മൂല്യത്തിനും ചലച്ചിത്ര രംഗത്തെ ലോക സിനിമയ്ക്ക് ഒപ്പമുള്ള മലയാള സിനിമയുടെ മാറ്റത്തിനുമൊക്കെയുള്ള അംഗീകാരമായി ഈ ചലച്ചിത്ര അവാർഡിനെ നാം കാണേണ്ടി വരും. ജയസൂര്യയെയും അതുപോലെ തന്നെ സൗബിൻ ഷാഹിറിനെയും മികച്ച നടന്മാരായി തിരഞ്ഞെടുത്തത് തന്നെ ഏറ്റവും വലിയ തെളിവാണ്. ജയസൂര്യ അവതരിപ്പിച്ച VP സത്യന്റെ കഥാ ജീവചരിത്രം അവതരിപ്പിച്ച ക്യാപ്റ്റൻ എന്ന സിനിമ വലിയ പ്രത്യേക തരത്തിലുള്ള മേക്ക് ഓവർ ആയിരുന്നു ആ സിനിമയിൽ ജയസൂര്യ പരീക്ഷിച്ചത്. പ്രജേഷ് സെൻ എന്ന പുതുമുഖ നവാഗത സംവിധായകനാണ് ആ സിനിമ സംവിധാനം ചെയ്തത്. ആ നവാഗത സംവിധായകന്റെ ഒരു തരത്തിലുള്ള പതർച്ചയും ഇല്ലാതെ വളരെ ഭംഗിയായി തന്നെ ആ ചിത്രം കലാമൂല്യത്തോടു കൂടി അവതരിപ്പിക്കാൻ പ്രജേഷ് സെന് ആയിരുന്നു. അതിന്റെ കൂടി ഒരു റിസൾട്ടാണ് ജയസൂര്യക്ക് ലഭിച്ചത്. തിരശ്ശീലയിൽ വെള്ളിത്തിരയിൽ VP സത്യൻ എന്ന പഴയ കേരളത്തിന്റെ അഭിമാന താരമായി ജയസൂര്യ മാറുകയായിരുന്നു. അത് ജയസൂര്യ ഒരു തരത്തിലും അവസാന ഘട്ടം വരെ മാറ്റി നിർത്താൻ കഴിയാത്ത അവസ്ഥയുണ്ടായി. സൗബിൻ ഷാഹിറിന്റെ സുഡാനി ഫ്രം നൈജീരിയ സക്കറിയുടെ സംവിധായകന്റെ നവാഗത സംവിധായകനായ സക്കറിയുടെ ചിത്രമാണ്. അത് വലിയ കലാമൂല്യമുള്ള മികച്ച ചിത്രമായും ജനപ്രിയ ചിത്രമായും ആ ചിത്രം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അതിലെ അഭിനയത്തിനാണ് സൗബിൻ ഷാഹിറിനെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതോടെ അവസാന നിമിഷം നാം ഇപ്പോൾ മനസ്സിലാക്കുന്നത് ജോജോ ജോർജും ജയസൂര്യയും സൗബിൻ ഷാഹിറും തമ്മിലുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു എന്നാണ്. ജോസഫ് എന്ന ചിത്രത്തിൽ വലിയ മേക്ക് ഓവറോടുകൂടി പ്രത്യേക തരത്തിലുള്ള വലിയ പരിണിത പ്രജ്ഞനായ ഒരു നടന്റെ മെയ്വഴക്കത്തോടെയാണ് ജോജോ ജോർജ് ആ ചിത്രം അവതരിപ്പിച്ചത്. അതിനുകൂടിയുള്ള അംഗീകാരമായി ഇതിനെ കാണേണ്ടി വരും. അങ്ങനെയുള്ള ഇഞ്ച് പോരാട്ടം, ഓരോ പ്രത്യേക കലാമൂല്യത്തിന് പ്രത്യേക തരത്തിലുള്ള മേക്കിംഗ്, അതുപോലെ തന്നെ സ്ക്രിപ്റ്റിന്റെ പുതിയ തരത്തിലുള്ള പരീക്ഷണം, അങ്ങനെ മൊത്തത്തിൽ നമ്മൾ ആകെ പരിശോധിക്കുകയാണെങ്കിൽ കലാമൂല്യത്തിനും മികവിനും മുൻഗണന നൽകിക്കൊണ്ട് ലോക സിനിമയുടെ മാറ്റങ്ങൾക്കനുസരിച്ച് പുതിയ പുതിയ പരീക്ഷണങ്ങൾക്ക് മലയാള സിനിമ വേദിയാകുന്നു. ആ പരീക്ഷണങ്ങളെ തുറന്ന മനസ്സോടെ സംസ്ഥാന സർക്കാരും ജൂറിയും അംഗീകരിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. കുമാർ സാഗ്നി ചെയർമാനായിട്ടുള്ള ജൂറി മികച്ച തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഈ രംഗത്ത് നടത്തിയതെന്ന് നമുക്ക് ആദ്യഘട്ടത്തിൽ തന്നെ വിലയിരുത്താം. ആ ഓരോ നടനെയും മികച്ച നടിയെയും തിരഞ്ഞെടുക്കുമ്പോൾ, മികച്ച ചിത്രം തിരഞ്ഞെടുക്കുമ്പോൾ എല്ലാ തരത്തിലുള്ള മാനദണ്ഡങ്ങളും പാലിച്ചാണ് ഈ വിലയിരുത്തൽ ആദ്യഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുക. പ്രിയ, വ്യക്തമാണ് നിർബൻ. അത് തന്നെയാണ്. നമുക്ക് മികച്ച നടന്മാരുടെ കാര്യമെടുക്കുമ്പോൾ സൗബിൻ ഷാഹിർ ഒറ്റപ്പടമാണ് മത്സരത്തിൽ ഉണ്ടായിരുന്നത്. സുഡാനി ഫ്രം നൈജീരിയയുടെ കാര്യമെടുക്കുകയാണെങ്കിൽ സക്കറിയ നവാഗത സംവിധായകൻ, ആ ഒരു ചിത്രം വലിയ പ്രേക്ഷക ശ്രദ്ധയാണ് നേടിയെടുത്തത്. സുഡാനി ഒരു മലപ്പുറം എന്ന ദേശത്തെ ഫുട്ബോൾ കളിക്കാരുടെ കഥ പറയുന്ന ആ ഒരു ചിത്രം എല്ലാവരുടെയും പ്രേക്ഷക മനസ്സിൽ ഒരു നന്മയുടെയും ഒപ്പം തന്നെ സന്തോഷത്തിനെയും ഒക്കെ ഒരു വികാരം ഉൾപ്പെടുത്തി അവസാനം അത് കഴിയുമ്പോൾ ഒരു നൊമ്പരം വിടർത്തിക്കൊണ്ട് പോകുന്ന ഒരു ചിത്രമായിരുന്നു. സൗബിന്റെ പ്രകടനവും മികച്ചു നിന്ന ഒരു സിനിമയാണ്. സൗബിന്റെ കാര്യം നമുക്കറിയാം, ആദ്യം ഒരു കോമഡി കലാകാരനായി രംഗത്ത് എത്തുകയും പിന്നീട് വളരെ കലാമൂല്യമുള്ള അഭിനയ മുഹൂർത്തങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ഒരു അഭിനേതാവാണ്. സൗബിൻ ഷാഹിർ ഒറ്റ ചിത്രമാണ് ഇത്തവണത്തെ അവാർഡ് നിർണയത്തിൽ എത്തിയത്, അദ്ദേഹത്തിന്റെ ഒരു ചിത്രമാണ്.
പ്രിയ സബിൻ ഷാഹിർ വളരെ അടുത്ത് മലയാള സിനിമയിൽ വരികയും നിരവധി അതായത് ശ്രദ്ധേയമായ അദ്ദേഹം അവതരിപ്പിക്കുന്ന ചിത്രങ്ങളിലെ കഥാപാത്രങ്ങൾ ജനങ്ങൾ സ്വീകരിക്കുന്ന തരത്തിലേക്ക് വളരെ മെച്ചപ്പെട്ട രീതിയിൽ വളരെ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് വളർന്നു വന്ന ഒരു കലാകാരനാണ് സബിൻ ഷാഹിർ. അദ്ദേഹം അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. നേരത്തെ പ്രിയ പറഞ്ഞതുപോലെ ആ തിരഞ്ഞെടുക്കപ്പെട്ട ആ സിനിമ ഒരു പ്രദേശത്തെ ഒരു ഗ്രാമത്തിലെ ഫുട്ബോൾ പ്രേമികളായ ഒരു കൂട്ടം ജനങ്ങളുടെ നന്മയുടെ കഥയാണ് ആ സിനിമ പറയുന്നത്. ആ സിനിമ ചെറിയ വിഷയങ്ങൾ വളരെ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന തരത്തിലേക്ക് ഏത് തരത്തിൽ സിനിമ മേക്ക് ചെയ്യുന്നു, എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നതിനുള്ള ഒരു പരീക്ഷണം കൂടിയാണ് ഈ സുഡാനി ഫ്രം നൈജീരിയ. ആ സിനിമയിൽ ശ്രദ്ധേയമായ വേഷമാണ് സബിൻ ഷാഹിർ അവതരിപ്പിച്ചത്. ഇത് നേരത്തെ പ്രിയ പറഞ്ഞതുപോലെ വലിയ വമ്പൻ നടൻ, താരം എന്ന നക്ഷത്രം എന്നുള്ള രീതിയിൽ കവിഞ്ഞ് ഒരു സിനിമയിൽ ആ കഥാപാത്രത്തെ ഏത് തരത്തിൽ അഭ്രവാളിയിൽ സന്നിവേശിപ്പിക്കുന്നു എന്നതാണ് ഒരു നടന്റെ മികവ്. അത്തരത്തിലുള്ള പരിഗണനയായി ഈ ചലച്ചിത്രങ്ങളിലെ മികച്ച നടനും മികച്ച നടിയായി തെരഞ്ഞെടുക്കപ്പെട്ട ആ തെരഞ്ഞെടുപ്പിലൂടെ നമുക്കിപ്പോൾ മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെട്ട ജയസൂര്യയുടെ പ്രതികരണം ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. കാരണം രണ്ട് ചിത്രങ്ങൾ ആദ്യമായിട്ടാണ് ഇത് രണ്ട് എക്സ്ട്രീമായിട്ടുള്ള ക്യാരക്ടേഴ്സിന് കിട്ടിയതിൽ വളരെ കാരണം ഇപ്പോൾ ഇതിൻ്റെ കുറിച്ച് പറയുമ്പോഴത്തേക്കും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ആരാണെന്ന് പോലും എനിക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ സിനിമയാണ് ഞാൻ ചെയ്തത്. എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അദ്ദേഹത്തിന് കിട്ടേണ്ടിയിരുന്ന ഒരു ബഹുമതിയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. കാരണം വേണ്ടത്ര ഒരു അംഗീകാരമോ കാര്യങ്ങളോ അദ്ദേഹത്തിന് ആ സമയത്ത് കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ സിനിമ കൊണ്ട് VP സത്യൻ എന്ന് പറയുന്ന വ്യക്തിയെ ഈ തലമുറയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനായിട്ട് സാധിച്ചു എന്നുള്ളത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. കാരണം പ്രജേഷ് അതിന് മാത്രം ഹോംവർക്ക് ചെയ്തിട്ടാണ് ഈ സിനിമ ചെയ്തിട്ടുള്ളത്. ഈ അവസരത്തിൽ ഞാൻ പ്രജേഷിനോട് നന്ദി പറയുന്നു. ഒപ്പം തന്നെ ഞാൻ മേരിക്കുട്ടി എന്ന് പറയുന്ന ചിത്രം എനിക്ക് തോന്നുന്നു ഇപ്പോൾ അതിലൊരു വലിയ സന്തോഷം ഞാൻ നിർമ്മിച്ചൊരു ചിത്രം കൂടിയാണ്. ഞാൻ രഞ്ജിത്തും ഇതുപോലെ തന്നെ നമ്മൾ ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞ് കാണുമ്പോഴത്തേക്കും നമ്മൾ ഇതിനു മുമ്പ് സിനിമകൾ കണ്ടിട്ടുള്ളതും വളരെ നെഗറ്റീവായിട്ടുള്ളതും അല്ലെങ്കിൽ അവർ ഒരു സെക്സ് വർക്കേഴ്സ് എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മൾ കൂടുതലും കണ്ടിട്ടുള്ളത്. പക്ഷേ അതല്ലാതെ ഒരു വ്യക്തമായ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ മനുഷ്യൻ ലക്ഷ്യത്തിലെത്താം എന്ന് പറയുന്ന വലിയൊരു മെസ്സേജ് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമ VP സത്യൻ്റെ കുടുംബത്തിനും അതുപോലെ തന്നെ കുറേ മേരിക്കുട്ടിമാർക്കും എന്താ പറയുക കഴിഞ്ഞ 2-3 തവണ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തവണ എനിക്കിങ്ങനെ ആളുകളൊക്കെ പറയുന്നുണ്ട് ചെയ്യാതെ കിട്ടുമെന്നൊക്കെ പറഞ്ഞാൽ വലിയ പ്രതീക്ഷയൊന്നും കൊടുത്തില്ല. കാരണം ചിലപ്പോൾ അവസാന നിമിഷത്തിൽ മാറിപ്പോകാൻ അത് എന്തോ ഒരു വലിയൊരു ഭാഗ്യമാണ്. ഞാനിപ്പോഴും വിചാരിക്കുന്നത് ഈ പറഞ്ഞതുപോലെ ഞാനിതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പ്രസൻസ് എന്നിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ അതിനൊക്കെ വേണ്ടിയിട്ടൊരു ടൂളായി ഞാൻ പ്രവർത്തിച്ചെന്ന് മാത്രമേ. അല്ല, സൗബിൻ തീർച്ചയായിട്ടും സൗബിൻ എന്ന് പറയുകയാണെങ്കിൽ വളരെ ഹൈലി ടാലൻ്റ് ആയിട്ടുള്ള ഒരു ആക്ടറും ഡയറക്ടറും ഒക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിന് മത്സരിച്ചിട്ടുള്ള എല്ലാവരും മലയാളത്തിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് ബ്രില്യൻ്റ് ആക്ടേഴ്സുള്ള ഒരു സ്ഥലമല്ല നമ്മുടെ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ബ്രില്യൻ്റ് ആയിട്ടുള്ള ആക്ടേഴ്സ് തന്നെ. അതിനകത്തൊരു ഇടം എനിക്കും കിട്ടിയതിൽ ആണ് ആ ഒരു ക്യാരക്ടറിനുണ്ട്. അതുപോലെ തന്നെയാണ് ക്യാപ്റ്റൻ. അത്രയും 2 സ്ട്രോങ് ക്യാരക്ടേഴ്സ് ആയിരുന്നു ഇതിൽ കഴിഞ്ഞ വർഷത്തെ. കുട്ടി ക്യാപ്റ്റനാണ് എൻ്റെ ചെറുപ്പമായിട്ട് അഭിനയിച്ച ക്യാപ്റ്റൻ ചെറിയ ആളായിട്ട് അഭിനയിച്ച അദ്ദേഹം. ഇത് ഇദ്ദേഹത്തിന് കുട്ടിയെ കിട്ടിയ അത് കറക്റ്റ് അല്ല, അത് ഞാനിപ്പോഴും അതെ അതെ. ഇനിയിപ്പോൾ വസ്ത്രാലങ്കാരത്തിനൊരു അവാർഡ് അതും കൂടി. വസ്ത്രാലങ്കാര അവാർഡൊന്നും നമുക്കറിയില്ല. തീർച്ചയായിട്ടും നമുക്ക് കുടുംബത്തിന് കിട്ടിയൊരു മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെട്ട ജയസൂര്യയുടെയും കുടുംബത്തിന്റെയും പ്രതികരണമാണ് നമ്മൾ കണ്ടത്. ക്യാപ്റ്റൻ, ഞാൻ മേരിക്കുട്ടി എന്നീ ചിത്രങ്ങളാണ് ജയസൂര്യയ്ക്ക് അവാർഡിന് അർഹനാക്കിയത്. എന്തായാലും 2018 ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മികച്ച നടന്മാരായി ജയസൂര്യ, സൗബിൻ ഷാഹിർ, മികച്ച നടിയായി നിമിഷ സജൻ, മികച്ച സംവിധായകനായി ശ്യാമപ്രസാദ് എന്നിവരെ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. വിശദാംശങ്ങളാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും നിർബൻ നൽകിയത്. മടങ്ങിയെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. പാകിസ്ഥാൻ ജെറ്റ് വിമാനം ഇന്ത്യൻ വ്യോമാതിർത്തി ലംഘിച്ചിരിക്കുന്നു. രജൌരി നൌഷേര മേഖലയിലാണ് പാക് വിമാനങ്ങൾ ഇന്ത്യൻ അതിർത്തി ലംഘിച്ചത്. വിവരങ്ങളുമായി സന്തോഷ് ശരിയാണ്. സന്തോഷ്, വ്യോമാതിർത്തി പാക് ജെറ്റ് വിമാനങ്ങൾ ലംഘിച്ചതിനെ തുടർന്ന് ഇപ്പോൾ ഉന്നതതല യോഗം ആരംഭിച്ചതായാണ് നമുക്ക് വിവരം ലഭിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ആരംഭിച്ചിരിക്കുകയാണ്. എന്താണ് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ?
പ്രിയ, അതീവ ഗൗരവമായി സ്ഥിതിവിശേഷങ്ങൾ മാറുകയാണ്. ഇപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യൻ വ്യോമ അതിർത്തി ലംഘിച്ച് അവരുടെ F-60 വിമാനങ്ങൾ അയച്ചിരിക്കുന്നു. ഇതിനെ തിരിച്ച് സുഖോയ് 30 വിമാനങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യ പ്രതിരോധിച്ച് ഓടിച്ചു വിട്ടു. പക്ഷെ അതിനിടയിൽ ബോംബ് വർഷം അതിർത്തി മേഖലകളിൽ പാകിസ്ഥാൻ ഫൈറ്റർ ജെറ്റുകൾ നടത്തി എന്നൊരു സംശയം ഇപ്പോൾ പ്രകടിപ്പിക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണമില്ല. എന്നാൽ പോലും ആ വിമാനത്തെ ഇന്ത്യ വെടിവെച്ച് വീഴ്ത്തി എന്ന് സ്ഥിരീകരിക്കുന്നു. വെടിവെച്ച് വീഴ്ത്തപ്പെട്ട വിമാനം പക്ഷേ പാകിസ്ഥാൻ ഭാഗത്താണ് വീണിരിക്കുന്നത്. ലൈൻ ഓഫ് കൺട്രോളിൽ വെച്ചാണ് വെടിവെപ്പുണ്ടായത്. പാകിസ്ഥാൻ ഭാഗത്തേക്ക് വീണു. ഇതിനിടയിൽ പാകിസ്ഥാൻ വിദേശകാര്യ വകുപ്പ് ഈ ആക്രമണം നടന്നുവെന്നും ഇന്ത്യൻ അതിർത്തി ലംഘിച്ചു എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തുകൊണ്ട് വാർത്താക്കുറിപ്പ് പുറത്തിറക്കി. ഇസ്ലാമാബാദിൽ നിന്ന് വിദേശകാര്യ വകുപ്പ് മറ്റൊരു കാര്യം കൂടി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നു. ഈ വിമാനത്തെ ഇന്ത്യൻ പ്രതിരോധ മേഖല അതിർത്തി മേഖല കടന്ന പാകിസ്ഥാൻ വിമാനത്തെ പിന്തുടർന്ന് ഇന്ത്യൻ വിമാനങ്ങൾ എത്തി. ഇതിനെ പാക് മണ്ണിലേക്ക് എത്തിയ ഇന്ത്യൻ വിമാനങ്ങളെ വെടിവെച്ച് 2 വിമാനങ്ങൾ വെടിവെച്ച് വീഴ്ത്തി. ഇതിൽ ഒരു വിമാനത്തിലെ പൈലറ്റിനെ അറസ്റ്റ് ചെയ്തു എന്നും പാകിസ്ഥാൻ അവകാശപ്പെട്ടുകൊണ്ട് ഔദ്യോഗികമായി ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. പക്ഷേ ഇന്ത്യ ഇതുവരെ ഇക്കാര്യത്തിൽ ഒരു മറുപടി നൽകിയിട്ടില്ല, സ്ഥിരീകരണവും നൽകുന്നില്ല. അങ്ങനെ ഒരു വിമാനവും ഇന്ത്യക്ക് നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് ഇപ്പോൾ വ്യോമസേനാ വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്. പിന്നെ എന്തടിസ്ഥാനത്തിലാണ് പാകിസ്ഥാൻ ഇത്തരമൊരു അവകാശവാദം ഉന്നയിക്കുന്നതെന്നാണ് മനസ്സിലാക്കാത്തത്. പാകിസ്ഥാനും യുദ്ധത്തിന് തയ്യാറാകുന്നു എന്ന സൂചനകൾ ഏറ്റവും അവസാനമായി പുറത്തു വരുന്നത് ലാഹോർ, മുൾട്ടാൻ, ഫൈസലാബാദ്, സിയാൽകോട്ട്, ഇസ്ലാമാബാദ് സ്ഥലങ്ങളിലെ വിമാനത്താവളങ്ങൾ പൂർണ്ണമായും പാകിസ്ഥാൻ അടച്ചിട്ടു. ഇവിടെ നിന്നുള്ള സ്വകാര്യ വിമാനങ്ങളുടെയും യാത്രാ വിമാനങ്ങളുടെയും പറക്കലെല്ലാം ഇപ്പോൾ നിരോധിക്കപ്പെട്ടിരിക്കുന്നു. പൂർണ്ണമായും സൈന്യത്തിന് മാത്രമാക്കി ഈ വിമാനത്താവളങ്ങൾ മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യയാകട്ടെ ലേ, ജമ്മു, അമൃതസർ, ശ്രീനഗർ, പട്ടാൻകോട്ട് വിമാനത്താവളങ്ങളും ഇത്തരത്തിൽ സർവീസുകൾ റദ്ദാക്കി വ്യോമ നിരോധന മേഖലയെ അനിശ്ചിതകാലത്തേക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പൂർണ്ണമായും വ്യോമസേനയ്ക്ക് ഈ വിമാനത്താവളം ഇന്ത്യ നൽകിയിരിക്കുന്നു. ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു പ്രത്യാക്രമണമാണ് പാകിസ്ഥാൻ ഇന്ന് രാവിലെ നടത്തിയതെന്ന് തന്നെ പറയാം. കാരണം ഇന്ത്യയെ വെറുതെ അനാവശ്യമായി ചൊടിപ്പിക്കുന്ന ഒരു നീക്കം ഇത് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടായി എന്നാണ് വിദേശകാര്യ മന്ത്രാലയം ചൂണ്ടിക്കാട്ടുന്നത്. ഇന്ത്യ നടത്തിയത് പുൽവാമ സ്ഫോടനത്തിനുള്ള മറുപടിയാണ്. ജെയ്ഷെ മുഹമ്മദിന്റെ തീവ്രവാദ കേന്ദ്രങ്ങൾ മാത്രമേ ആക്രമിച്ചിട്ടുള്ളൂ. എന്നാൽ പാകിസ്ഥാൻ ഇപ്പോൾ അതല്ല ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിലെ ഗ്രാമീണ മേഖലകൾക്ക് മുകളിലാണ് ഈ പാകിസ്ഥാൻ ബോംബ് വർഷം പോലും നടത്തിയത്. വ്യോമ മേഖല ലംഘിച്ച് F-60 വിമാനങ്ങൾ, ജെറ്റ് വിമാനങ്ങൾ ഇന്ത്യൻ മേഖലയിലേക്ക് കടന്നു കയറിയത്. അതൊരു തരത്തിലും അംഗീകരിക്കാനാകില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യയുടെ നിലപാട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിനെ കണ്ടു. അജിത് ഡോവൽ നിലവിലെ സംഭവഗതികൾ അദ്ദേഹത്തെ അറിയിച്ചു. അതിന് പിന്നാലെ ഇപ്പോൾ ആഭ്യന്തരമന്ത്രിയും ഒരു യോഗം, ഉന്നതതല യോഗം വിളിച്ചിട്ടുണ്ട്. റോയുടെയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിന്റെയും IB അടക്കമുള്ള ഉന്നതരുടെയും സൈനിക മേധാവികളുടെയും യോഗമാണ് ഇപ്പോൾ ആഭ്യന്തര മന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ അല്പസമയത്തിനകം മറ്റൊരു ഉന്നതതല യോഗം ചേരും. 3 സൈനിക മേധാവികളും അതിൽ പങ്കെടുക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. വലിയ ശക്തമായ രീതിയിൽ തന്നെ ഇന്ത്യ തിരിച്ചടിക്കുമെന്ന് ഉറപ്പ്. ഒരു തുറന്ന യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകുകയാണ് എന്ന് വ്യക്തമാവുന്നു. കാരണം ഇന്ത്യ ഇന്നലെ പുലർച്ചെ 3 മണിയോടുകൂടി പാകിസ്ഥാൻ വ്യോമ അതിർത്തി ലംഘിച്ച് പാകിസ്ഥാനിലെ ജെയ്ഷെ മുഹമ്മദിന്റെ ഭീകരാക്രമണ താവളങ്ങൾ തകർത്ത് നാമാവശേഷമാക്കി. അതിന് മറുപടി എന്ന നിലയിലാണ് ഇന്ന് പകൽ 11 മണിയോടുകൂടി പാകിസ്ഥാന്റെ സൈന്യം F-60 വിമാനങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യൻ അതിർത്തിയും ലംഘിച്ചിരിക്കുന്നു. അതിന് മറുപടിയായി ഇന്ത്യ തിരിച്ചടിക്കുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ ഒരു യുദ്ധത്തിന് തുടക്കം കുറിച്ചു എന്ന് തന്നെ പറയാം. ഇനി അത് മറ്റു രീതിയിൽ തുറന്ന യുദ്ധത്തിലേക്ക് വ്യാപിക്കുമോ എന്നൊരു സംശയം മാത്രമേ ഇപ്പോൾ ഉള്ളൂ. ഒപ്പം തന്നെ സന്തോഷ്, ഇന്ത്യൻ വിമാനങ്ങൾ വെടിവെച്ചിട്ടെന്ന് പാക് പറയുന്നുണ്ട്. അതിൽ എന്തെങ്കിലും സ്ഥിരീകരണം ഉണ്ടാവുന്നുണ്ടോ? അവർ ഇത്തരത്തിലൊരു ആരോപണം, ഇത്തരത്തിലൊരു കാര്യം പറയുന്നുണ്ട്. തീർച്ചയായും. കാരണം ഈ ആക്രമണം 11 മണിക്ക് നടന്നു. അത് കഴിഞ്ഞ ഉടൻ തന്നെ ഇങ്ങനെ ഒരു ഇന്ത്യയിൽ ഞങ്ങൾ ആക്രമണം നടത്തി എന്ന് സ്ഥിരീകരിച്ചുകൊണ്ട് വിദേശകാര്യ മന്ത്രാലയം, പാകിസ്ഥാന്റെ വിദേശകാര്യ മന്ത്രാലയം ഒരു പ്രസ്താവന പുറത്തിറക്കിയിരുന്നു. എന്തായാലും അതിനെക്കുറിച്ച് സംസാരിച്ചില്ല, പക്ഷെ പ്രസ്താവന പുറത്തിറക്കി. അതിന് പിന്നാലെ പാകിസ്ഥാൻ ആർമിയുടെ വക്താവ് വീണ്ടും രംഗത്തെത്തിയാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ പാകിസ്ഥാൻ വിമാനങ്ങളെ പിന്തുടർന്ന് പാകിസ്ഥാന്റെ അതിർത്തി കടന്ന 2 ഇന്ത്യൻ വിമാനങ്ങൾ തകർത്തിട്ടു. ഇതിലെ ഒരു പൈലറ്റിനെ
അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് പാകിസ്ഥാൻ ആർമിയുടെ വക്താവ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇന്ത്യ ഇത് സ്ഥിരീകരിക്കുന്നില്ല. അങ്ങനെ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല, അങ്ങനെ ഒരു വിമാനം പോലും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് ഇന്ത്യൻ വ്യോമസേന വൃത്തങ്ങൾ പറയുന്നത്. കാരണം പെട്രോളിംഗ് നടത്തുകയായിരുന്നു ഇന്ത്യൻ വ്യോമസേന വിമാനങ്ങൾ. അപ്പോഴാണ് പാക് വിമാനം അതിർത്തി കടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് പെട്രോളിംഗ് നടത്തുകയായിരുന്ന സുഖോയ് 30 വിമാനങ്ങൾ തന്നെ അത് തടഞ്ഞു, തിരിച്ചടിച്ചു. ചില തരത്തിലുള്ള ഗൺ ഫൈറ്റ് വരെ ഉണ്ടായി. തുടർന്ന് പാകിസ്ഥാൻ വിമാനങ്ങൾ മടങ്ങിപ്പോയി എന്നാണ് ഇന്ത്യ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ ഔദ്യോഗികമായി തന്നെ വ്യക്തമായി പറയുന്നില്ല, ചില കേന്ദ്രങ്ങൾ സ്ഥിരീകരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ പാകിസ്ഥാൻ വിമാനങ്ങളെ വീണ്ടും അതിർത്തി കടന്ന് പിന്തുടരേണ്ട ഒരു ആവശ്യം ഇന്ത്യക്കില്ല എന്നാണ് വ്യോമസേനാ വൃത്തങ്ങൾ പറയുന്നത്. ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല, നിലവിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ രജോരി മേഖലയിൽ നിന്ന് 200 കിലോമീറ്റർ മാറി ബുദ്ഗാം മേഖലയിൽ വ്യോമസേനയുടെ ഒരു യാത്രാ ഹെലികോപ്റ്റർ ഇന്ന് തകർന്നു വീണിട്ടുണ്ട്. പക്ഷെ അതൊരു യന്ത്ര തകരാർ മൂലം തകർന്നു വീണതാണ്. അതൊരിക്കലും ഈ അതിർത്തി കടന്ന പാകിസ്ഥാൻ വിമാനവുമോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട ഒരു സംഭവമല്ല എന്ന് വ്യോമസേന വൃത്തങ്ങൾ വ്യക്തമാക്കും. സന്തോഷ്, ഈ ഇന്ത്യൻ അതിർത്തി ലംഘിച്ച 3 F-16 വിമാനങ്ങളിൽ ഒന്ന് ഇന്ത്യ വെടിവെച്ച് തകർത്തിരിക്കുന്നു. ഒപ്പം തന്നെ ആ സമയത്ത് ഒരാൾ പാരച്യൂട്ടിൽ രക്ഷപ്പെട്ടു എന്നും വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. NIA ആണ് ഇക്കാര്യം പുറത്തുവിട്ടിരിക്കുന്നത്. ഇത് സ്ഥിരീകരിക്കാവുന്ന വാർത്തയാണോ? ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ F-60 വിമാനം നമ്മൾ വെടിവെച്ചിട്ടു എന്നത് സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷെ ആ വിമാനം വീണത് പാകിസ്ഥാന്റെ അതിർത്തിയിലാണ്. കാരണം ലൈൻ ഓഫ് കൺട്രോൾ കഴിഞ്ഞിട്ടാണ് പാകിസ്ഥാൻ ഇന്ത്യൻ മേഖലയിലേക്ക് കടന്നു കയറിയത്. തുടർന്ന് നടത്തിയ വെടിവെപ്പിൽ ആ വിമാനത്തെ പിന്തുടരുകയും വെടിവെച്ച് വീഴ്ത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ വീഴുന്നതിന് തൊട്ട് മുമ്പ് അതിൽ നിന്നൊരു പാരഷൂട്ട് മാറുന്ന ദൃശ്യങ്ങൾ ഈ വെടിവെച്ചിട്ട സുഖോയ് 30 പൈലറ്റുമാർക്ക് ലഭിച്ചിട്ടുണ്ട്. അവർ അക്കാര്യം വ്യോമസേനാ കേന്ദ്രങ്ങളെ അറിയിക്കുകയും ചെയ്തു. ചിലപ്പോൾ അതിലുണ്ടായിരുന്ന പാകിസ്ഥാൻ പൈലറ്റ് രക്ഷപ്പെട്ടതായിരിക്കാം എന്നാണ്. സാധാരണ ഈ യുദ്ധവിമാനങ്ങളിൽ വിമാനം അവസാനമായി യന്ത്ര തകരാർ മൂലം അല്ലെങ്കിൽ കൈവിട്ടു പോകുന്നൊരവസ്ഥയിലോ തകർന്നു വീഴുന്നതിന് തൊട്ട് മുമ്പോ ഇഞ്ചക്ട് സംവിധാനം ഉപയോഗിച്ച് പൈലറ്റുമാർ രക്ഷപ്പെടുന്ന ഒരു പതിവുണ്ട്. ആ രീതിയിൽ പാകിസ്ഥാൻ പൈലറ്റ് രക്ഷപ്പെട്ടതായിരിക്കാം ഇതിനെ വെടിവെച്ച് വീഴ്ത്തിയ സുഖോയ് 30 ഇന്ത്യൻ പൈലറ്റ് കണ്ടത് എന്നാണ് ഇപ്പോൾ നമ്മൾ സംശയിക്കുന്നത്. എന്തായാലും രക്ഷപ്പെട്ടിരിക്കാം. പക്ഷെ അതിനെക്കുറിച്ച് കൂടുതൽ പരിശോധന ഇന്ത്യക്ക് നടത്താൻ കഴിയില്ല. കാരണം ആ വിമാനം വീണിരിക്കുന്നതും പാകിസ്ഥാന്റെ അതിർത്തിക്കുള്ളിലാണ്. പൈലറ്റ് ചിലപ്പോൾ രക്ഷപ്പെട്ടെങ്കിൽ പോലും അദ്ദേഹവും എത്തിയിരിക്കുക ഈ പാകിസ്ഥാൻ അതിർത്തി മേഖലകളിലാണ്. പക്ഷേ ഇന്ത്യൻ മേഖലയിലായിരുന്നെങ്കിൽ നമുക്ക് അറസ്റ്റിലാക്കാനും തടങ്കലിലാക്കാനും കഴിയുമായിരുന്നു. എന്നാൽ വിമാനം തകർന്നു വീണ ആ മേഖലയിലാണ്. പക്ഷേ പൈലറ്റ് രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നാണ് അവസാനമായി ഈ വിമാനം വെടിവെച്ചിട്ട സുഖോയ് 30 ഇന്ത്യൻ പൈലറ്റ് വ്യക്തമാക്കുന്നത്. എന്തായാലും അതിർത്തിയിൽ ഉടനീളം കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ്, ജാഗ്രതയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജമ്മുകശ്മീരിൽ 4 വിമാനത്താവളങ്ങൾ അടച്ചിട്ടിരിക്കുന്ന ഒരു അവസ്ഥ. എത്രത്തോളം സുരക്ഷ ശക്തമാണ് അതിർത്തികളിലും ഒപ്പം തന്നെ അതിർത്തിയിൽ ഉണ്ടായിരുന്ന ഗ്രാമങ്ങളെല്ലാം ഒഴിച്ചിരിക്കുന്നു എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഏതെല്ലാം രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങളാണ് അതിർത്തിയിലും മറ്റു പ്രദേശങ്ങളിലും ഒക്കെ ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്? പ്രിയ, ഇന്നലെ രാത്രി മുതൽ അതിർത്തി മേഖലകളിലെ ഏകദേശം 24 ഗ്രാമങ്ങളെ ബാധിക്കുന്ന തരത്തിൽ പല ഭാഗത്തു നിന്നായി പാകിസ്ഥാൻ സൈന്യം വെടിയുതിർക്കുന്നുണ്ടായിരുന്നു. ഇതിൽ ഏറ്റവും വലിയ അപകടമുണ്ടാക്കിയ സ്ഥലം എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് ഷോപ്പിയാൻ ജില്ലയിലെ മെമന്തർ സെക്ടറിലുണ്ടായ ആക്രമണമായിരുന്നു. ഇവിടെ അവിടുത്തെ ഗ്രാമീണരെ മറയാക്കിക്കൊണ്ട് മിസൈലുകളും ഗ്രനേഡുകളും ഉപയോഗിച്ച് പാകിസ്ഥാൻ സൈന്യം ആക്രമണം നടത്തി. ആ ആക്രമണത്തിൽ 5 ഇന്ത്യൻ സൈനികർക്ക് പരിക്കുപറ്റി. ഇതിൽ 2 പേരെ ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ട പരിക്കായിരുന്നു. ബാക്കിയുള്ളവർക്ക് നിസ്സാര പരിക്ക് തന്നെ. ആ പരിക്ക് അവഗണിച്ചുകൊണ്ട് സൈനികർ തിരിച്ചടിച്ചു. ഈ പ്രത്യാക്രമണത്തിൽ ഈ മെമന്തർ മേഖലയിലെ പാകിസ്ഥാന്റെ 10ഓളം സൈനിക പോസ്റ്റുകൾ പൂർണ്ണമായും തകർക്കപ്പെട്ടു. ഈ സൈനിക പോസ്റ്റുകളിലുള്ള പാകിസ്ഥാൻ സൈനികർക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഉറി മേഖലയിലും ഇത്തരത്തിൽ ആക്രമണം നടത്തുകയും അതിന് പിന്നാലെ ശ്രദ്ധ തിരിച്ചുകൊണ്ട് തീവ്രവാദികളെ ഇന്ത്യൻ മണ്ണിലേക്ക് കയറ്റിവിടാനുള്ള ഒരു ശ്രമം ഉണ്ടായി. പ്രത്യാക്രമണത്തിൽ 2 തീവ്രവാദികൾ കൊല്ലപ്പെട്ടു. ബാക്കിയുള്ളവർ ഓടി രക്ഷപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ അതിർത്തി മേഖലകളിലുള്ളവരാണ് ഇതിന്റെ ദുരന്തമേറെ അനുഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ സൈന്യം ഈ പുൽവാമ സ്ഫോടനം ഉണ്ടായ ഉടൻ തന്നെ ഇവരെ ആ സ്ഥലത്ത് നിന്നൊക്കെ മാറ്റിയിരുന്നു. ഇപ്പോൾ ആ മേഖലകളിൽ ആരും താമസിക്കുന്നില്ല. എന്നാൽ പോലും അടുത്ത ഗ്രാമങ്ങളിൽ പോലും ബങ്കറുകളിലേക്ക് ഇവരെ മാറ്റിയിട്ടുണ്ട്, സുരക്ഷിതമാക്കിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഹിമാചൽ പ്രദേശിലാകട്ടെ അവിടുത്തെ സ്കൂളുകൾ
ജില്ലകൾക്ക് ഇന്ന് നാളെയും അവധി കൊടുത്തിട്ടുണ്ട്. മറ്റൊരു അതിർത്തി സംസ്ഥാനമായ പഞ്ചാബിൽ സൈനികർക്ക് ഹൈ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവിടെയും വ്യോമ പ്രതിരോധം ശക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യ എപ്പോഴും ലക്ഷ്യം വയ്ക്കുന്നത് ഈ സാധാരണക്കാർക്ക് സിവിലിയൻസിന് ഒരു പ്രശ്നം ഉണ്ടാകരുത് എന്ന് തന്നെയാണ്. പ്രാദേശികവാസികൾക്ക് അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയണം. ഒരാൾക്ക് പോലും അപകടം ഉണ്ടാകരുത് എന്ന് തന്നെയാണ് ഇന്ത്യൻ സൈന്യം എപ്പോഴും എടുക്കുന്നത്. അതിൻ്റെ ഒരു മുൻകരുതൽ ഈ മേഖലകളിലെല്ലാം എടുത്തിട്ടുമുണ്ട്. ഈ മേഖലകളിലുള്ളവരും അതിനനുസരിച്ച് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായി അവർ ആഹാര സാധനങ്ങൾ ശേഖരിക്കുന്നുണ്ടായിരുന്നു, ഇന്ധനമൊക്കെ അടക്കമുള്ളവ ശേഖരിക്കുന്നുണ്ടായിരുന്നു. കാരണം ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. അത്തരത്തിൽ അവരും മുൻകരുതലുകൾ എടുത്തിട്ടുണ്ട്. ഇന്നലെ രാത്രി നടന്ന ഈ വെടിവെപ്പിലൊന്നും സാധാരണക്കാർക്കും പ്രാദേശികവാസികൾക്കും ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. അങ്ങനെയൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല. പ്രിയ, തീർച്ചയായും സന്തോഷ് തുടരുക. പാകിസ്ഥാൻ ജെറ്റ് വിമാനം ഇന്ത്യൻ വ്യോമാതിർത്തി ലംഘിച്ചു. രജൌരി നൌഷേര മേഖലയിലാണ് പാക് വിമാനങ്ങൾ ഇന്ത്യൻ അതിർത്തി ലംഘിച്ചത്. എന്നാൽ ഇന്ത്യൻ സൈന്യം വിമാനങ്ങൾ തുരത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു F-16 വിമാനം ബോംബിട്ട് തകർത്തിട്ടുമുണ്ട്. അതിൽ നിന്ന് ഒരാൾ പാരച്യൂട്ടിൽ രക്ഷപ്പെട്ടതായുള്ള വിവരങ്ങളും ലഭിക്കുന്നുണ്ട്. ഇതൊന്നും സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. പുറത്തുവരുന്ന വാർത്തകൾ മാത്രമാണ്, ഔദ്യോഗിക വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. എന്തായാലും ഈ വാർത്തയിലേക്ക് തന്നെ എത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. പാകിസ്ഥാൻ ജെറ്റ് വിമാനം ഇന്ത്യൻ വ്യോമാതിർത്തി ലംഘിച്ചു. രജൌരി നൌഷേര മേഖലയിലാണ് പാക് വിമാനങ്ങൾ ഇന്ത്യൻ അതിർത്തി ലംഘിച്ചത്. എന്നാൽ ഇതിൽ ഈ വിമാനങ്ങളെ ഇന്ത്യൻ സൈന്യം തുരത്തിയിരിക്കുന്നു. ഒരു വിമാനം F-16 വിമാനം ബോംബ് വർഷിച്ച് തകർത്തിരിക്കുന്നു എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതേസമയം ഒരു ഇന്ത്യൻ വിമാനം പാക് അതിർത്തി ലംഘിച്ചുവെന്നും ഇന്ത്യൻ പൈലറ്റിനെ പാകിസ്ഥാൻ പിടിച്ചിരിക്കുന്നു എന്നുമുള്ള വിവരങ്ങൾ പാകിസ്ഥാൻ പുറത്തുവിടുന്നുണ്ട്. എന്നാൽ ഇത് ഇന്ത്യ സ്ഥിരീകരിച്ചിട്ടില്ല. വിവരങ്ങളുമായി സന്തോഷ് ചേരുകയാണ്. സന്തോഷ്, ഇത്തരത്തിൽ പ്രശ്നങ്ങൾ കൂടുതൽ കലുഷിതമാകുന്ന ഒരു സാഹചര്യത്തിൽ വലിയ ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആഭ്യന്തരമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം വിളിച്ചിരിക്കുന്നു. മറ്റ് സൈനിക മേധാവികളുടെ യോഗവും ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ചർച്ചകളെല്ലാം ഇപ്പോഴും പുരോഗമിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണോ? ചർച്ചകളുടെ ഒക്കെ എന്തെങ്കിലും രീതിയിലുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? ഇപ്പോൾ യോഗം പുരോഗമിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടവർ ഇപ്പോൾ പുറത്തു വരുന്നത് പാകിസ്ഥാന്റെ അവകാശവാദം ഇന്ത്യ തള്ളിയിരിക്കുന്നു. അങ്ങനെ ഒരു ഇന്ത്യൻ പൈലറ്റുമാരും ഇപ്പോൾ പാകിസ്ഥാൻ കസ്റ്റഡിയിലായിട്ടില്ല. ഒരൊറ്റ വിമാനം പോലും തൊടാൻ പാകിസ്ഥാന് കഴിഞ്ഞിട്ടില്ല. 2 വിമാനങ്ങൾ വെടിവെച്ച് വീഴ്ത്തിയെന്നും ഒരു പൈലറ്റിനെ കസ്റ്റഡിയിലെടുത്തു എന്നുമുള്ള അവകാശവാദങ്ങൾ ഇന്ത്യ ഇപ്പോൾ തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഇന്ത്യൻ വ്യോമസേനയുടെ വക്താവ് തന്നെയാണ് ഇത് രംഗത്തെത്തിയിരിക്കുന്നത്. എല്ലാ പൈലറ്റുമാരും സുരക്ഷിതരായി എത്തിയിട്ടുണ്ട്. ഇന്ന് പുലർച്ചെ ഈ അതിർത്തി ലംഘിക്കാൻ പാകിസ്ഥാൻ വ്യോമസേന ശ്രമിച്ചു. ഇത് ഇന്ത്യൻ വ്യോമസേന പ്രതിരോധ മാർഗത്തിലൂടെ തടയുകയും ചെയ്തു, തിരിച്ചയക്കുകയും ചെയ്തു. ഇതിൽ പാകിസ്ഥാൻ വ്യോമസേനയുടെ F-60 ഒരു വിമാനം ഇന്ത്യ വെടിവെച്ച് വീഴ്ത്തിയെന്നും ഇന്ത്യൻ വ്യോമസേന വ്യക്തമാക്കിയിരിക്കുന്നു. ഒരൊറ്റ ഇന്ത്യൻ വിമാനം പോലും അതിർത്തി കടന്നില്ല. വെടിവെച്ച് വീഴ്ത്തപ്പെട്ട പാകിസ്ഥാൻ വിമാനം വീണിരിക്കുന്നത് ലൈൻ ഓഫ് കൺട്രോൾ കടന്ന് പാകിസ്ഥാൻ മേഖലയിലാണ്. അതിലുണ്ടായിരുന്ന പൈലറ്റ് രക്ഷപ്പെടാൻ പാരഷൂട്ട് ഉപയോഗിക്കുന്നതിന്റെ ദൃശ്യങ്ങളും ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ വ്യോമസേന പറയുന്നത്. എന്തായാലും പാകിസ്ഥാൻ വലിയ കാര്യമായി അവകാശവാദമായി ഉന്നയിച്ചു വന്നത് ഇപ്പോൾ ഇന്ത്യ തള്ളിക്കളഞ്ഞിരിക്കുന്നു. ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ഇപ്പോൾ യോഗം ആഭ്യന്തര മന്ത്രാലയത്തിൽ പുരോഗമിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രതികരണം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനിപ്പോൾ പാകിസ്ഥാന്റെ ആർമി പബ്ലിക് റിലേഷന്റെ തലവൻ കൂടിയായ മേജർ ജനറൽ ആസിഫ് ഗഫൂർ അല്പസമയത്തിനകം പാകിസ്ഥാനിൽ വാർത്താ സമ്മേളനം നടത്തുമെന്ന് ഇപ്പോൾ പാകിസ്ഥാൻ മീഡിയ പറയുന്നുണ്ട്. സ്വാഭാവികമായും ആർമി ഇതുവരെ ഒരു പ്രസ്താവന ട്വീറ്റൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുള്ളൂ. നേരിട്ട് വന്ന ഒരു പ്രസ്താവന നടത്തുന്നത് ഇത് ആദ്യമായിട്ടാണ്. ഈ പാകിസ്ഥാൻ ആർമിക്ക് എന്തായിരിക്കും ഇത് സംബന്ധിച്ച് പറയാൻ കഴിയുക എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അവരുടെ പ്രസ്താവനയിൽ അവർ പറഞ്ഞിരുന്നത് പകൽ വെളിച്ചത്തിൽ ഞങ്ങൾ ഇന്ത്യക്ക് മറുപടി നൽകുന്നു എന്നായിരുന്നു. പക്ഷെ അതിന്റെ ഏത് കേന്ദ്രമാണ് അവർ ലക്ഷ്യമിട്ടതെന്ന് നമ്മൾ കൂടി അറിയേണ്ടതുണ്ട്. കാരണം ഇന്ത്യ ലക്ഷ്യമിട്ടത് പാകിസ്ഥാനിലെ തീവ്രവാദ കേന്ദ്രങ്ങളായിരുന്നു. ഇന്ത്യയിൽ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ജെയ്ഷെ മുഹമ്മദിന്റെ താവളങ്ങളായിരുന്നു തകർത്ത്. എന്നാൽ പാകിസ്ഥാൻ അതല്ല ചെയ്തത്. ഒരു ലക്ഷ്യവുമില്ലാതെ തികച്ചും പ്രകോപനപരമായ നീക്കമാണ് നടത്തിയത് എന്ന് ഇന്ത്യ കരുതുന്നു. ഒരു തുറന്ന യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാധ്യത ഇപ്പോൾ വളരെ കൂടുതലാണ്. വ്യക്തമാണ്. സന്തോഷ് തുടരുക. എത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം.